കൊച്ചിന് 1.5 വയസ്സൊക്കെ ആയപ്പോഴാണ് മനസ്സിലായത്. അപ്പം വെളിയിറങ്ങി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടുകാരൊപ്പം കളിച്ചുകൊണ്ടിരുന്നപ്പം വേറെ തെരുവുനായി ഒന്ന് കടിക്കാൻ വന്നു. അപ്പോൾ നമ്മുടെ വളർത്തു പട്ടിയാണ് അത്. അതിനെ ഓടിച്ചു വിട്ടത്. അപ്പോൾ കൂടെ നിന്ന് പിള്ളേരൊക്കെ ഓടിപ്പോയി, ഇവൻ മാത്രം നിന്നു. അടുത്ത് നിന്നൊരു അമ്മച്ചി വന്ന് എടുക്കും. കൊച്ചിനെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും പറഞ്ഞു, ബാക്കിയുള്ളവർ പോയിട്ട് കൊച്ചനങ്ങാതെ അവിടെ നിൽക്കുവാണ്, നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനുമാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല, വലിയ വലിയ സൗണ്ടുകൾ കേട്ടാലും തിരിഞ്ഞു നോക്കുന്നൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇത് നമുക്കൊരു സംശയം തോന്നിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ചെറുതോണി പോകായിരുന്നു. ചെറുതോണി പോയിട്ട് ഏവോ ബറയൊക്കെ എടുത്തപ്പം ചെവി കേൾവിക്കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ചെറിയ ആളെയും വന്ന് കാണിക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു. അവിടെ പോയി എടുത്തപ്പം 2 പേർക്കും ഇത് തന്നെയാണ് കുഴപ്പം. തുടർന്ന് ചികിത്സ നമുക്കറിയത്തില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം നേരിടുന്നത്. അപ്പം അതിൻ്റേതായ ഫണ്ട് ഇല്ലാത്ത കാരണം ഞങ്ങളിവിടെ പാട്ടൊക്കെ പഠിപ്പിരിക്കുമായിരുന്നു, പിള്ളേരുടെ ഫോട്ടോയൊക്കെ വെച്ച്. മൂത്ത ആൾക്ക് മാത്രമേ ഞങ്ങൾക്ക് ഇയർഫോൺ മേടിക്കാൻ പറ്റുള്ളൂ. അതും നമ്മൾ ഇവിടെ ഈ പെരിയാർ ടൗണിലുള്ളവരായിട്ട് എല്ലാവരും സഹായിച്ചാണ് നമുക്ക് ഇയർഫോൺ വാങ്ങാൻ പറ്റിയത്. ഇയർഫോൺ മേടിച്ചുകൊണ്ട് വന്ന ശേഷം സ്പീച്ച് തെറാപ്പി കൊടുക്കണം. ആ കൊടുത്തതിൻ്റെ ഭാഗം 6 മാസം കൊടുത്തു കഴിഞ്ഞാച്ചും കൊച്ചിന് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലായിരുന്നു. ഈ ഇയർഫോൺ വെച്ചുകൊണ്ട് തന്നെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് മുന്നോട്ട്. പിന്നെ അവർ പറഞ്ഞു ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ തന്നെ ചെയ്യണമെന്ന് അവർ പറഞ്ഞത്. കട്ടപ്പനയിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു പ്രൈവറ്റായിട്ട്. അവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് ഒരു ചെവിക്ക് അവർ 7 ലക്ഷം രൂപയൊക്കെയാണ് പറഞ്ഞത്. നമുക്കൊരാൾക്ക് 2 ചെവിക്കും ചെയ്യാനായിട്ടുള്ള സാമ്പത്തികം ഒട്ടുമില്ല. ഇനി ഓപ്പറേഷൻ നടക്കത്തില്ല എന്ന് തന്നെ ഞങ്ങൾ മുൻകൂട്ടി ഇരിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ വഴിയെല്ലാം അടഞ്ഞുപോയി. കാതോട് കാതിരുന്നൊരു സ്കീം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് മാതാ ഫിനാൻസ് നടത്തുന്ന ദാനിയൽ എന്ന് പറയുന്ന ഒരു പ്രായമുള്ള അപ്പച്ചൻ വന്ന് പറയുമായിരുന്നു. ഞങ്ങൾ അപ്പം തന്നെ വിളിച്ചു. പിറ്റേ ദിവസം ആലുവ രാജഗിരിയിലെത്തി കാര്യങ്ങൾ സംസാരിച്ചു. രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് അവർ വിളിച്ചായിരുന്നു. അവിടെ ചെന്നപ്പോഴും നമുക്കറിയത്തില്ല ഏതാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഇവരായിട്ട് പോയി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ ഉള്ളവരും നമ്മളോട് ഫ്രീ ആയിട്ട് സംസാരിച്ചതും ഇടപെട്ടതും അവിടുത്തെ ഡോക്ടറാണേലും രാജേഷ് ഡോക്ടറാണേലും എല്ലാവരും നമുക്ക് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഞങ്ങളില്ലേ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞു തന്ന് എന്നെ ചെയ്യണം, കൊച്ചുങ്ങൾക്ക് എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ, ഓപ്പറേഷൻ നടന്നാൽ എങ്ങനെയാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾ പേടിക്കണ്ട, ഇന്നപോലെ കാതോട് കാതരെന്ന് പറഞ്ഞ സ്കീം വഴി മമ്മൂട്ടിയൊക്കെ ചെയ്യുന്നതായിരുന്നതാണ് ഞങ്ങൾ ആ രാജഗിരി ഹോസ്പിറ്റലിൻ്റെ രീതിയിൽ ഞങ്ങൾ ചെയ്തു തരുന്നതാണ് എന്ന് പറഞ്ഞു. ടെസ്റ്റും കാര്യങ്ങളെല്ലാം എടുത്തു. 2 പേർക്കും ഒരുമിച്ച് ചെയ്ത് ഒരുമിച്ച് സ്വിച്ച് ഓൺ ആക്കാനുള്ള പ്ലാനായിരുന്നു ആദ്യം. അവർ ആദ്യമായിട്ട് സംസാരിക്കാൻ പോകുന്നു, കേൾക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. മൂത്ത ആൾക്കാണ് ആദ്യം സ്വിച്ച് ഓൺ ആക്കിയത്. ആക്കിയപ്പം അവന് ഒരു ചിരിയുണ്ട്, കണ്ണ് നിറയുന്നുണ്ട്, അതൊരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു. ഇളയാൾ സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ തന്നെ കരഞ്ഞ് ബഹളം കൂട്ടി. പിന്നെ ഇതുപോലെ ചെറിയ കളിപ്പാട്ടം എല്ലാം കൊടുത്തപ്പോൾ അതിൻ്റെ സൗണ്ട് എഫക്റ്റും ലൈറ്റിൻ്റെയും. പിന്നെ ആശുപത്രിയിൽ നിന്ന് അവന്മാർ വെളിയിറങ്ങി കാറിനകത്ത് കയറ്റിയിട്ട് പാട്ടൊക്കെ വെച്ച് കൊടുത്തപ്പോൾ ഡാൻസൊക്കെ ആയിരുന്നു. ആ ആശുപത്രിയിലെ ഓരോ സ്റ്റാഫ് പോലും നമ്മൾ അത്രയും കെയർ ചെയ്തു. നമ്മളിൽ ഒരാളായിട്ട് ഒരു കുടുംബത്തെ പോലെ കണ്ടു, നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. മമ്മൂക്ക തന്നയച്ച ഓണസമ്മാനമാണ്. കഴിഞ്ഞ ഓണത്തിനെക്കാട്ടിലും നമുക്ക് ഈ ഓണം വളരെ സ്പെഷ്യലാണ്. ഒന്നാമത്തെ കാര്യം കേൾവി. ഇപ്പം മമ്മൂക്ക കുറേ ഗിഫ്റ്റുകളൊക്കെ പിള്ളേർക്ക് മേടിച്ചു കൊടുത്തു. ഓണക്കോടി, സ്നാക്സ്, മിഠായി. അതിൽ ഏറ്റവും കൂടുതൽ ഒരു കരുതലിൻ്റെ നിലയ്ക്ക് റേഡിയോ, അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പം സാറ് മമ്മൂക്കയുടെ ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തപ്പോൾ സൗണ്ടൊക്കെ കേൾപ്പിച്ചു. അത് കേൾക്കാൻ തുടങ്ങി. അവരുടെ സന്തോഷം ഞങ്ങൾ കാണുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു ആദ്യത്തെ ഓണം പോലെ. ഡ്രസ്സും കാര്യങ്ങളും എല്ലാം കിട്ടി. അതിനെക്കാട്ടിലും ഞങ്ങൾക്ക് മമ്മൂക്ക ഗിഫ്റ്റ് തന്നേക്കുന്നത് എൻ്റെ പിള്ളേർക്ക് കിട്ടിയ കേൾവിയാണ്.
അതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഗിഫ്റ്റായിട്ട് കരുതുന്നത്. അതിപ്പം ഓണമാണേലും ക്രിസ്മസ് ആണേലും ഈസ്റ്റർ ആണേലും എപ്പോഴും ഞങ്ങളുടെ കൂടെ ഈ മമ്മൂക്കയുടെ ഗിഫ്റ്റ് ഉണ്ടാവും. അതിന് ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. മിഖായൽ മിഹോക്ക് എന്ന പിള്ളേർ മമ്മൂക്കയുടെ പേരിൽ ഇന്ന് ഈ ഭൂമിയിൽ കേൾക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. എൻ്റെ പിള്ളേർക്ക് മമ്മൂക്കനെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്, നേരിട്ട് കണ്ട് ഒരു നന്ദി പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്നാന്ന് വെച്ചാൽ ഇത്രയൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ട് ഞങ്ങൾക്കൊന്നുമില്ല പറയാനായിട്ട്, നന്ദി മാത്രമേ ഉള്ളൂ.